തിരഞ്ഞെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുക. പരിശുദ്ധാത്മാവ് ഉള്ളിൽ തരുന്നൊരു പ്രേരണ. ദൈവസാന്നിധ്യം വെളിപ്പെടുമ്പോൾ മാറേണ്ടത് മാറും. ദൈവസാന്നിധ്യം വെളിപ്പെടുമ്പോൾ മാറേണ്ടത് മാറും. ഉറക്കെ പറഞ്ഞാട്ട് ദൈവസാന്നിധ്യം വെളിപ്പെടുമ്പോൾ മാറേണ്ടത് മാറും. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം. ചാപ്റ്റർ 1:31. മർക്കോസിന്റെ സുവിശേഷം. അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവളെ വിട്ടുമാറി അവൾ അവരെ ശുശ്രൂഷിച്ചു. അടുത്ത ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് ഇന്ന് രാത്രി നമ്മൾ വായിച്ച് കേൾക്കാൻ ഇടയായത്. എഴുന്നേൽപ്പിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ദൈവസാന്നിധ്യം വെളിപ്പെട്ട് കഴിയുമ്പോൾ എഴുന്നേൽക്കേണ്ടത് എഴുന്നേൽക്കും, മാറേണ്ടത് മാറും. ഹല്ലേലൂയ. നമ്മളിവിടെ വായിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്, സ്തോത്രം, യേശു അവൻ്റെ അവിടെ അടുത്തു വരുന്നതായി കാണാൻ കഴിയും. അടുത്തു വരുന്നൊരു യേശു. 2 കൈപിടിക്കുന്ന യേശു. 3 എഴുന്നേൽപ്പിക്കുന്ന യേശു. ഉറക്കെ പറഞ്ഞാട്ടെ, അടുത്തു വരുന്ന യേശു, കൈപിടിക്കുന്ന യേശു, എഴുന്നേൽപ്പിക്കുന്ന യേശു. ഹല്ലേലൂയ. അവൻ അടുത്തു വരും, 2 കൈക്ക് പിടിക്കും, 3 എഴുന്നേൽപ്പിക്കും. ഇവിടുത്തെ പ്രശ്നങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. മാർക്കോസിന്റെ സുവിശേഷം തുടങ്ങുകയാണ്, 1-ാം അധ്യായമാണ്. പല സംഭവങ്ങൾ ഈ അധ്യായത്തിൽ നടക്കുന്നുണ്ട്. എന്നാൽ കഫർന്നഹൂമിൽ പോയി ശബത്തിൽ ഒരു പള്ളിയിൽ ചെന്ന് ഉപദേശിച്ചു. അവൻ്റെ ഉപദേശത്തിൽ എല്ലാവരും വളരെ വിസ്മയിച്ചു. വളരെ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരത്തോടെ ശുശ്രൂഷിക്കുന്നു, ഉപദേശിക്കുന്നു എന്നവർ പറഞ്ഞു. പിന്നീട് ആ പള്ളിയിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവനെ അശുദ്ധാത്മാവിനെ പുറത്താക്കുന്ന ഒരു രംഗമാണ് നമ്മളവിടെ കാണുന്നത്. അത് കണ്ടിട്ട് അവനെ അശുദ്ധാത്മാവ് കൂടെ അനുസരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ്റെ ശ്രുതി വേഗത്തിൽ ഗലീല നാട് പറന്നു. ദൈവപ്രവർത്തികൾ നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടെങ്കിൽ മാത്രമേ യേശുവിൻ്റെ ശ്രുതി ദേശത്ത് നടക്കുവാൻ ഇടയാകും. അതുകൊണ്ട് നമ്മൾ ശക്തമായി കൃപാവരങ്ങൾ ജ്വലിക്കുവാൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്തൊക്കെ ഈ കാലഘട്ടത്തിൽ ചെയ്യുന്നോ, ദൈവവചനത്തിൽ എന്തൊക്കെ വെളിപ്പെടുത്തിയോ അത് നമ്മുടെ ശുശ്രൂഷകളിൽ വെളിപ്പെടുവാൻ എല്ലാ ദൈവമക്കളും വളരെ ശക്തമായി പ്രാർത്ഥിക്കണം. ഒരു ഉണർവ് വെളിപ്പെടുമ്പോൾ ഇതെല്ലാം വെളിപ്പെട്ടു വരും. പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം വെളിപ്പെടുമ്പോൾ ഡെലിവറൻസുകൾ നടക്കും, പ്രവചനങ്ങൾ നടക്കും, അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, ക്രിയേറ്റീവ് മിറക്കിൾസ് നടക്കും. അതിനുവേണ്ടി ദിവസങ്ങൾ നമ്മൾ ശക്തമായി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അത് സംഭവിക്കാൻ ഇടയാകും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞ് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അനന്തരം അവൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി യാക്കോബും യോഹന്നാനുമായി ഷീമോന്റെ അന്ത്രയോസിന്റെ വീട്ടിൽ ചെന്നു. ഷീമോൻ പത്രോസിന്റെ, നമ്മൾ വിളിക്കുന്ന പത്രോസിന്റെ വീട്ടിൽ ചെന്നു. അവിടെ ഷീമോന്റെ അമ്മായിയമ്മ, അപ്പോൾ അമ്മായിയമ്മ ഷീമോൻ ഉണ്ടായതുകൊണ്ട് തന്നെ, പത്രോസിനുണ്ടായതുകൊണ്ട് തന്നെ ഭാര്യയും ആർക്കുണ്ടായിരുന്നു? പത്രോസിനുണ്ടായിരുന്നു. പനി പിടിച്ച് കിടക്കുകയായിരുന്നു. അവർ അവളെ കുറിച്ച് അവനോട് പറഞ്ഞു, യേശുവിനോട് അവളെ കുറിച്ച് രോഗമായി കിടക്കുകയാണ്, പനി പിടിച്ച് കിടക്കുകയാണെന്ന് പറയുവാനിടയായി. കണ്ടോ, ആ പറഞ്ഞപ്പോൾ തന്നെ യേശു അടുത്തു ചെന്നു. ഞാൻ ഇന്ന് രാത്രി പറയാം, ഹല്ലേലൂയ, ദൈവത്തോട് പറയുന്നത്, യേശുവിനോട് പറയുന്ന പ്രാർത്ഥനയാണ്. നാം ദൈവത്തോട് നമ്മുടെ ഹൃദയം തുറന്നൊന്ന് പറയണം. നമ്മുടെ പ്രശ്നം എന്താണ്, നമ്മുടെ വേദന എന്താണ്, ഹൃദയം തുറന്നു പറയുമ്പോൾ വിടിവിക്കുന്ന ഒരു യേശുവിനെയാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. കുരുടനായ ആ വ്യക്തി കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ, ഞാൻ നിനക്ക് എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. അപ്പോൾ കുരുടൻ പറഞ്ഞു, എനിക്ക് കാഴ്ച പ്രാപിക്കണം. അതുപോലെ യേശുവിനോട് ഈ ഹല്ലേലൂയ അമ്മായിയമ്മ പനിയുടെ അസ്വസ്ഥതയാൽ കിടക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ യേശു അവന്റെ അടുക്കൽ ചെന്നു. ഇന്ന് രാത്രി ഹൃദയം തുറന്ന് ദൈവത്തോട് സംസാരിക്കുക. നിങ്ങൾ ഒരു കാഴ്ചക്കാരായിട്ട് ഇരിക്കരുത്, നിങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കരുത്, എവിടെയോ ഇരിക്കുന്ന ഒരു പ്രതീതിയിൽ നിങ്ങൾ ഇരിക്കരുത്. നിങ്ങൾ വിശ്വാസത്തോടെ യേശുവിനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ ഇന്ന് രാത്രി തുറന്നു പറയുന്നെങ്കിൽ അവൻ അത്ഭുതം ചെയ്യുവാൻ നിങ്ങളുടെ അടുക്കൽ വരും. ഹലോ, നിങ്ങളുടെ അടുക്കൽ വരും. അടുക്കൽ വരിക മാത്രമല്ല, നിങ്ങളുടെ കൈക്ക് പിടിക്കും. നിങ്ങളുടെ കൈക്ക് പിടിക്കുക മാത്രമല്ല, നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. കിടക്കയിൽ കിടക്കുന്ന മാതാവ് യേശു കൈക്ക് പിടിച്ചപ്പോൾ അത്ഭുതം സംഭവിക്കുകയാണ്. രോഗം വിട്ടുമാറി, നിന്ന മാറും. യേശു നിങ്ങളുടെ അടുക്കൽ വന്നാൽ, യേശു നിങ്ങളെ തൊട്ടാൽ
തൊട്ടാൽ ആ ഹല്ലേലൂയ നിന്ന മാറും. ഇന്ന് രാത്രി ചില നിന്ദകൾ മാറട്ടെ. ഇന്ന് രാത്രി ചില വേദനകൾ മാറട്ടെ. ഇന്ന് രാത്രി നിന്റെ ഒറ്റപ്പെടലുകൾ മാറട്ടെ. ഹല്ലേലൂയ സ്തോത്രം. മാറേണ്ടത് മാറും. ദൈവ സാന്നിധ്യം വെളിപ്പെട്ടാൽ മാറേണ്ടത് മാറും. യേശു അടുത്ത് വന്നപ്പോൾ മാറേണ്ടത് മാറി. ഇന്ന് രാത്രി യേശു നിങ്ങളുടെ കിടക്കകത്ത്, നിങ്ങളുടെ യേശു നിങ്ങളുടെ മുറിക്കകത്ത്, നിങ്ങളുടെ ലൈഫിൽ ഒന്ന് ചലിക്കാൻ തുടങ്ങിയാൽ മാറേണ്ട ചില ശക്തികൾ, മാറേണ്ട ചില അവസ്ഥകൾ മാറി നിങ്ങൾ അസാധാരണമായ നിലകളിലേക്ക് ദൈവത്തിന് നിങ്ങളെ ഉയർത്തുവാൻ കഴിയും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ കരമടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അവിടെ കാണാൻ കഴിയുന്നത് പനി അവളെ വിട്ടുമാറി. അവൾ അവരെ ശുശ്രൂഷിച്ചു. യേശു തൊട്ടാൽ അടുത്ത ശുശ്രൂഷയാണ്. ദൈവമക്കളെ, നമുക്കൊരു സൗഖ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു അത്ഭുതം യേശുവിൽ നിന്ന് പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാം, ഞാൻ യേശുവിൽ നിന്നൊരു അത്ഭുതം പ്രാപിച്ചിട്ടുണ്ട്, യേശുവിൽ നിന്നൊരു അത്ഭുതം പ്രാപിച്ചിട്ടുണ്ട് എന്ന് പറയാൻ കഴിയുന്നവർ മാത്രം കരം ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. യേശുവിൽ നിന്ന് നമ്മളൊരു അത്ഭുതം പ്രാപിച്ചു കഴിഞ്ഞാൽ അടുത്തത് ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. നമ്മളെ ഇവരെ ആര് ശുശ്രൂഷിക്കുകയാണ്? പനി പിടിച്ച് കിടന്ന ആ അമ്മായിയമ്മ, ആ സഹോദരി എന്ത് ചെയ്യുക? ആരെ ശുശ്രൂഷിക്കുകയാണ്? നമുക്കവിടെ കാണാൻ കഴിയുന്നു. യേശുവിനെ ശുശ്രൂഷിച്ചതായി കാണുവാൻ കഴിയുന്നു. യേശുവിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നടന്നാൽ, ദൈവപ്രവൃത്തികൾ നടന്നാൽ, ദൈവ സാന്നിധ്യം വെളിപ്പെടുത്തിയാൽ, ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്താൽ ആ യേശുവിനോട് ഭയങ്കര നന്ദിയുള്ളവരാകണം. യേശുവിനോട് നന്ദിയുള്ളവരാകണം. എങ്കിൽ മാത്രമേ അത്ഭുതങ്ങളുടെ ആവർത്തനങ്ങൾ നടക്കുകയുള്ളൂ. ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. സൗഖ്യത്തിന് വേണ്ടി ആൾക്കാർ ഫോൺ ചെയ്ത് വിളിക്കും, പ്രാർത്ഥിക്കും, അത്ഭുതങ്ങൾ നടക്കും, പിന്നെ അവരെ കാണാനില്ല. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതയായിരിക്കാം ഈ കാലഘട്ടത്തിൽ ഒത്തിരി കണ്ടുവരുന്നുണ്ട്. ഹല്ലേലൂയ. അത്ഭുതങ്ങൾക്ക് വേണ്ടി മാത്രം പാസ്റ്റർമാരെ ആശ്രയിക്കുകയും ആ മീറ്റിങ്ങുകളിലൊക്കെ കടന്നു പോവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഹല്ലേലൂയ പ്രാർത്ഥനക്കാരെ അന്വേഷിക്കുന്നത്. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. പ്രശ്നം വരുമ്പോഴല്ല നമ്മൾ ഹല്ലേലൂയ പ്രാർത്ഥനക്കാരെ അന്വേഷിക്കേണ്ടത്. ഏത് സമയത്ത് ദൈവത്തെ അന്വേഷിച്ചാൽ അത്ഭുതങ്ങളുടെ പരമ്പര, അത്ഭുതങ്ങൾ നടക്കുവാൻ, ഏത് സമയത്ത് കർത്താവിനെ ആരാധിച്ചാൽ, ഏത് സമയത്ത് കർത്താവിനെ സ്തുതിച്ചാൽ ഒരു അത്ഭുതങ്ങളുടെ പരമ്പര തന്നെ നിങ്ങളുടെ ലൈഫിൽ വെളിപ്പെട്ടു വരാനിടയാകും. ഇന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ രാമേ പറഞ്ഞ് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവ് എന്തെങ്കിലും ചെയ്താൽ അവനെ ശുശ്രൂഷിക്കണം. പ്രിയപ്പെട്ടവരെ, കൈപ്പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന യേശു എഴുന്നേൽപ്പിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഒരു പുരോഗതി ഉണ്ടാകണമെങ്കിൽ യേശു എഴുന്നേൽപ്പിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. യേശു കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു പുരോഗതി ഉണ്ടാകത്തുള്ളൂ. ഇന്ന് രാത്രി ചില പുരോഗതികൾ ഉണ്ടാകട്ടെ. ഇന്ന് രാത്രി ചില പുരോഗതികൾ ഉണ്ടാകട്ടെ. മയങ്ങിക്കിടക്കുന്ന വർദ്ധനവുകൾ ഇല്ലാതെ സൃഷ്ടിച്ച ചില അനുഭവങ്ങളിൽ യേശു പിടിച്ചെഴുന്നേൽപ്പിച്ചാൽ ചില വർദ്ധനവുകൾ സംഭവിക്കാൻ ഇടയായിത്തീരും. പ്രാർത്ഥിക്കുന്ന റൂമിനകത്ത് സാന്നിധ്യം വെളിപ്പെടുത്തി നിന്നെ എഴുന്നേൽപ്പിക്കാൻ എന്റെ ദൈവം സർവശക്തനാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന റൂമിനകത്ത് ദൈവ സാന്നിധ്യം അയച്ച് നിന്റെ പ്രതികൂലങ്ങളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ എന്റെ ദൈവ സർവശക്തനാണ്. നമുക്ക് ഒരു രംഗം കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകത്തില് 31-ാം അധ്യായം അതിന്റെ 35-ാം വാക്യം വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 31:35 ഒന്ന് വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യം ഒരാൾ ഉറക്കെ വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. എഴുന്നേൽപ്പാൻ എനിക്ക് കഴിവില്ല, എനിക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. നമുക്ക് ഈ സംഭവം അറിയാം. യാക്കോബ് തന്റെ മക്കളുമായിട്ട് തന്റെ സ്വദേശത്തേക്ക് മടങ്ങുമ്പോൾ റാഹേൽ അപ്പന്റെ വിഗ്രഹത്തെ മോഷ്ടിച്ചുകൊണ്ട് വരുന്ന ഒരു രംഗമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ലാബാൻ യാക്കോബിനെ തേടി വരുമ്പോൾ അവിടെ എൻ്റെ വിഗ്രഹം മോഷ്ടിച്ചുകൊണ്ട് പോയത് എന്ത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ യാക്കോബ് പറയുന്നു, ഞങ്ങൾ ആരും മോഷ്ടിച്ചിട്ടില്ല, മോഷ്ടിച്ചവർ മരിക്കണമെന്നൊക്കെ യാക്കോബ് പറയുന്നുണ്ട്. എന്നാൽ റാഹേൽ ആ വിഗ്രഹം എടുത്തുകൊണ്ട് വന്ന് ഹല്ലേലൂയ സ്തോത്രം, തനിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, താന് സ്ത്രീകൾക്കുള്ള മാസമുറ
അയിലായിരിക്കുകയാണ് എന്ന് അവിടെ കാണുവാൻ കഴിയും. നമുക്ക് ചില എഴുന്നേൽപ്പുകൾ സംഭവിക്കാത്തത് പാപം, തെറ്റ്, ഭാണ്ഡങ്ങൾ എഴുന്നേൽക്കാൻ, ഭാണ്ഡത്തിനടിയിൽ പാപം ഇരിക്കുന്നത് കൊണ്ട്, തെറ്റിരിക്കുന്നത് കൊണ്ട് റാഹേലിന് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. എന്തെങ്കിലും പാപമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഒരു എഴുന്നേൽപ്പില്ല, ഒരു ഉയർച്ചയില്ല. ഏതെങ്കിലും നമ്മൾ കളയാത്ത സ്വഭാവങ്ങൾ, വിട്ടുകളയാത്ത സ്വഭാവങ്ങൾ, രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെട്ടിട്ടും നമ്മളെ പിന്തുടരുന്ന ചില സ്വഭാവങ്ങൾ, അത് ഏത് സ്വഭാവമാണ് നമുക്കറിയാം. നമുക്കതിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നില്ല, അതിൽ നിന്ന് നമുക്ക് വിജയം പ്രാപിക്കാൻ കഴിയുന്നില്ല. ഇന്നും ആ പാപ സ്വഭാവത്തിൽ കഴിയുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല? വിടുതൽ പ്രാപിക്കാൻ കഴിയത്തില്ല. നമ്മൾ കോപിക്കുന്നവരാണെങ്കിൽ ഇന്നും കോപത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നവരാണെങ്കിൽ ഇന്നും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമുക്കൊന്നിനും ഒരു സാവധാനതയില്ലാതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നവരാണെങ്കിൽ ഇന്നും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. നമുക്കൊരു മാറ്റം ഉണ്ടാകുന്നില്ല. നമുക്ക് ഉണ്ടാകണമെങ്കിൽ എന്തെങ്കിലും പാപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് നമുക്ക് എഴുന്നേൽക്കാൻ കഴിയാത്തത്. റാഹേൽ എന്തുകൊണ്ട് എഴുന്നേറ്റില്ല? റാഹേൽ കള്ളം പറഞ്ഞ് അവിടെ ഇരിക്കാൻ കാരണം തന്റെ ഭാണ്ഡക്കെട്ടിനകത്ത് മോഷ്ടിച്ച വിഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് എഴുന്നേറ്റില്ല, കള്ളം പറഞ്ഞു. അല്ലെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മുടെ പരാജയങ്ങൾ അല്ലെങ്കിൽ നഷ്ടങ്ങൾ സ്തോത്രം ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പാപം ഏറ്റു പറഞ്ഞാൽ ഉറപ്പാണ് പാപം ക്ഷമിക്കും. കൈ പിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ ശക്തനായ ഒരു കർത്താവിനെയാണ് ഇന്ന് രാത്രി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ശക്തനായ യേശുവിനെയാണ്. പാപം ഏറ്റു പറഞ്ഞാൽ വിടുവിക്കാൻ കഴിയുന്ന നിങ്ങളുടെ പാപം എന്തുമായിക്കൊള്ളട്ടെ, പരാജയത്തിന് കാരണമായ, നിങ്ങളുടെ നഷ്ടത്തിന് കാരണമായ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് കാരണമായ എന്തെങ്കിലും പാപം ഉണ്ടെങ്കിൽ, രക്ഷിക്കപ്പെട്ടിട്ടും ഇന്നും കള്ളം പറയുന്ന സ്വഭാവം, രക്ഷിക്കപ്പെട്ടിട്ടും ഇന്നും സത്യസന്ധതയില്ലാത്ത സ്വഭാവം, രക്ഷിക്കപ്പെട്ടിട്ടും ഇന്നും അവിശ്വസ്തത കാണിക്കുന്ന സ്വഭാവം, ഇത് വെച്ചുകൊണ്ട് നാം പലപ്പോഴും ആയിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ, നഷ്ടങ്ങളായി മാറും. എന്നാൽ ദൈവവചനം പറയാം, സദൃശവാക്യം 28-13-14 വാക്യം വായിക്കുമ്പോൾ, സദൃശവാക്യം 28-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിഞ്ഞു. വായിച്ചാട്ടെ. ലംഘനം ഇറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. വായിച്ചേ. സദൃശവാക്യം 20. തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നതിന് ശുഭം വരികയില്ല, അവയെ ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. കണ്ടോ, ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവൻ എന്ത് ചെയ്യത്തില്ല? ശുഭം വരുത്തത്തില്ല, അവൻ എഴുന്നേൽക്കാൻ കഴിയില്ല. എന്നാൽ ഇത് ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടുന്നവൻ എന്ത് സംഭവിക്കുമെന്ന് എഴുതിയിരിക്കുന്നത്? ഹല്ലേലൂയ, അവന് വിടുതലുണ്ടാകും, അവന് ശുഭമുണ്ടാകും, അവന് അനുഗ്രഹം ഉണ്ടാകും. ഇന്ന് രാത്രി ഒരു ഏറ്റുപറച്ചിന്റെ രാത്രി ആകട്ടെ. ഇന്ന് രാത്രി ഒരു സൗഖ്യത്തിന്റെ രാത്രി ആകട്ടെ. നമ്മുടെ എഴുന്നേൽപ്പിന്റെ രാത്രി ആകട്ടെ. ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ പിശാചിന് അവകാശം കൊടുത്തിട്ടുണ്ടെങ്കിൽ, നമുക്ക് എഴുന്നേൽക്കാൻ കഴിയാതെ നമ്മളെ പിന്തുടരുന്ന എന്തെങ്കിലും പാപമുണ്ടെങ്കിൽ, ഇന്ന് രാത്രി എന്റെ പ്രിയരെ ഒന്ന് ഏറ്റുപറഞ്ഞ് മറച്ചു വെക്കുന്നവന് ശുഭം വരത്തില്ലെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഏറ്റുപറയുന്നവനോ അത് വിടുവിക്കപ്പെടുവാനിടയായി തീരും. പറ്റാത്ത പരിപാടികൾ, അനുഭവങ്ങളുണ്ട്. നമുക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, നമുക്ക് മുന്നേറാൻ കഴിയുന്നില്ല. രോഗം മൂലം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, എഴുന്നേൽക്കാൻ കഴിയുന്നില്ല.
കഴിയുന്നില്ല, രോഗം മൂലം നമുക്ക് ഹല്ലേലൂയ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഇന്ന് രാത്രി ഒരു കാര്യം പറയട്ടെ, സാഹചര്യം പ്രശ്നമല്ല. യേശുവിന്റെ ശബ്ദം കേട്ടാൽ എഴുന്നേറ്റ് വരിക തന്നെ ചെയ്യും. യാക്കോബ് 5:15 പറയുന്നത് പോലെ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ വിടുവിക്കും. എന്റെ യേശുവിന്റെ ശബ്ദം എഴുന്നേൽപ്പിക്കും. കിടക്കയിൽ നിന്ന് നിന്നെ അത്ഭുത ശക്തി പകർന്ന് എഴുന്നേൽപ്പിക്കും. ഇന്ന് രാത്രി ആത്മാവിന്റെ ശക്തി ചില രോഗമണ്ഡലങ്ങളെ, രോഗശക്തികളെ, ഏത് രോഗമായിക്കൊള്ളട്ടെ, നിന്റെ ശരീരത്തെ അനുഭവിക്കുന്ന ചില രോഗാത്മാവ് ഇന്ന് രാത്രി അടിഞ്ഞു മാറട്ടെ. രോഗം മൂലം നിനക്ക് എഴുന്നേൽക്കാൻ കഴിയാത്ത ചില മേഖലകൾ പൊട്ടിമാറി ആ രോഗത്തിന്റെ ശക്തികളിൽ നിന്ന് ചിലർ എഴുന്നേൽക്കുന്ന രാത്രിയായി മാറട്ടെ. മുടന്തനായ വ്യക്തി, ദീർഘനാളുകളായി മുടന്തനായ വ്യക്തി വലം കൈ കൊടുത്ത് അവനെ എഴുന്നേൽപ്പിക്കുകയാണ്, വലം കൊഴി കൊടുത്ത് എഴുന്നേൽപ്പിക്കുകയാണ്. മുടന്തനായ വ്യക്തി, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവശക്തിക്ക് നീ എവിടെ കിടക്കുന്നു, നീ അത് ചേറിലാ കിടക്കുന്നത്, നിന്റെ അനുഭവങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, എഴുന്നേൽപ്പിക്കുവാൻ എൻ്റെ ദൈവ സർവശക്തനാണ്. ഉടമന എഴുന്നേൽപ്പിക്കുക. ചിലർ എഴുന്നേൽക്കട്ടെ ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ, ചിലർ എഴുന്നേൽക്കട്ടെ. ഈ വചനം കേട്ടോണ്ടിരിക്കുന്നവർ, നിങ്ങൾ ഏത് ദുരവസ്ഥയിൽ കിടക്കുന്നോ, ഏത് പ്രതികൂലത്തിൽ കിടക്കുന്നോ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കാം, എഴുന്നേൽക്കാം. നിന്നെ ഒതുക്കി നിർത്തുവാൻ ഒരു രോഗാത്മാവിന് കഴിയത്തില്ല, ഒരു പൈശാചിക ശക്തിക്കും കഴിയത്തില്ല. എഴുന്നേൽക്കുക. നിന്റെ വിടുതലിന്റെ ദിവസമായി ഇന്ന് രാത്രി, നിന്റെ അത്ഭുതത്തിന്റെ ദിവസം ഇന്ന് രാത്രി, നിന്റെ ദൈവപ്രവൃത്തിയുടെ ദിവസം ഇന്ന് രാത്രി. എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക. മാനുഷിക ദുരാലോചനയിൽ നിന്ന് ഹല്ലേലൂയ. നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 12:7 വായിക്കുമ്പോൾ കാണാൻ കഴിയും. 12:7 അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം 7-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 12:7 അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കുക. ദൂതൻ അവിടെ പ്രത്യക്ഷനായി, അവയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി എഴുന്നേൽക്ക എന്ന് പറഞ്ഞു അവനെ ഉണർത്തി. കേട്ടോ, വേഗം എഴുന്നേൽക്ക. ബന്ധനത്തിലായി കിടന്ന, ഉള്ളറകളിൽ കിടന്ന പത്രോസ് ഇതാ എഴുന്നേൽപ്പിക്കുകയാണ്. പത്രോസിനെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. ദൈവം എഴുന്നേൽപ്പിച്ചാൽ ഹല്ലേലൂയ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുകയാകാം. ദൈവം എഴുന്നേൽപ്പിച്ചില്ലെങ്കിൽ മനുഷ്യന്റെ തന്ത്രങ്ങളിൽ പെട്ടുപോകും. ഇന്ന് രാത്രി മനുഷ്യന്റെ തന്ത്രങ്ങളിൽ പെട്ടുപോകാതെ നീ കുടുങ്ങി കിടക്കുന്നിടത്തുനിന്ന് എഴുന്നേൽപ്പിക്കുവാൻ, ശത്രുവിന്റെ നടുവിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നത്, നിനക്കൊരിക്കലും ഒരു വിടുതൽ കിട്ടത്തില്ല, ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാകത്തില്ല. ശത്രുക്കളുടെ നടുവിൽ നിന്ന് എത്ര വലിയ ശത്രുവായാലും, എത്ര വലിയ പ്രതികൂലമായാലും, എത്ര വലിയ പ്രശ്നങ്ങളുടെ നടുവിലായാലും എന്റെ ദൈവം നിന്റെ വിലാപ്പുറത്ത് തട്ടി എഴുന്നേൽക്കാം. ഇന്ന് രാത്രി നീ കിടന്നുറങ്ങാനല്ല, നീ ആ പ്രശ്നത്തിനകത്ത് കിടന്ന് കണ്ണുനീരോടെ കിടക്കാനല്ല, അല്ലെങ്കിൽ എഴുന്നേൽക്ക. നിന്റെ ആ പ്രശ്നത്തിൽ നിന്ന് എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക. സങ്കീർത്തനം 103:7 പറയുകയാണ്. സങ്കീർത്തനം 103:7 എളിയവനെ പൊടിയിൽ നിന്ന്, കുപ്പയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന ദൈവം. ഒന്ന് വായിച്ച് സങ്കീർത്തനം 113:7 വാക്യം. സങ്കീർത്തനം 113:7 വാക്യം വായിക്കുന്നവരുമായി ഫോണിനോട് അടുത്തിരുന്ന് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചാട്ടെ. ഹല്ലേലൂയ. സങ്കീർത്തനം ഒരാൾ വായിച്ചാട്ടെ, വായിച്ചു. പ്രഭുക്കന്മാരോടുകൂടെ തന്നെ ഇരുത്തുന്നു. ഒന്നുകൂടെ 7-ാം വാക്യം, 113:7 വാക്യം ഒന്നുകൂടെ വായിച്ചേ. അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും, എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്തു. കേട്ടോ, എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ്. എന്നും നീ ദാരിദ്ര്യത്തിൽ കിടക്കുവാൻ, എന്നും നീ പടുകുഴിയിൽ കിടക്കുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഹലോ, എന്നും നീ ദാരിദ്ര്യത്തിൽ കിടക്കുവാൻ, എന്നും നീ നിന്ദയിൽ കിടക്കുവാൻ, എന്നും നീ ഹല്ലേലൂയ സ്തോത്രം തകർച്ചയിൽ കിടക്കാൻ എന്റെ ദൈവം അനുവദിക്കുന്നില്ല. എളിയവനെ പൊടിയിൽ നിന്ന്, കുപ്പയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് പ്രഭുക്കന്മാരുടെ കൂടെ ഇരുത്തുന്ന നിനക്ക് ഒരു ദിവസമുണ്ട്. നിന്റെ അനുഗ്രഹത്തിന്റെ ഒരു ദിവസമുണ്ട്, നിന്റെ ദൈവപ്രവൃത്തിയുടെ ഒരു ദിവസമുണ്ട്, അത്ഭുതത്തിന്റെ ഒരു ദിവസമുണ്ട്. എന്നും നീ കിടക്കുന്ന അതേ പാതയിൽ കിടക്കയില്ല. എഴുന്നേൽക്ക ഇന്ന് രാത്രി,
അവസരങ്ങൾ നൽകി. ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കുന്നവനാണ്. എന്ന് കടബാധ്യതകളിൽ കിടക്കുക, എന്നും നിന്റെ വാതിലുകൾ അടഞ്ഞു കിടക്കുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ്. ഹല്ലേലൂയ. പിച്ചപാത്രത്തെ എടുത്തു മാറ്റാൻ ആ മർക്കോസിന്റെ സുവിശേഷത്തിൽ കാണുന്ന ആ വൃത്തിമായുടെ പിച്ചപാത്രത്തെ എടുത്തു മാറ്റി ഹല്ലേലൂയ അവിടെ എഴുന്നേൽപ്പിച്ച് അവന്റെ കണ്ണ് തുറന്ന് അവനെ 4 പേരെ കൂടെ നടത്തിയ ഒരു ദൈവം ഉണ്ട്. ഹലോ, ആ ദൈവത്തെ ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത് എന്തോ വിദൂരതയിൽ ഇരിക്കുന്ന ദൈവത്തെ അല്ല. ഏതോ ദിക്കിലിരിക്കുന്ന ദൈവത്തെ അല്ല, ഏതെങ്കിലും പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ദൈവത്തെ അല്ല. നിന്റെ സ്ഥിതി മാറ്റാൻ നിന്റെ കൂടെ അടുക്കൽ വന്ന് നിന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നിനക്ക് എന്താണോ വേണ്ടത് അത് ചെയ്തു തരുവാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. ചിലരുടെ പ്രശ്നങ്ങൾ മാറിപ്പോകട്ടെ, ചിലരുടെ ദാരിദ്ര്യങ്ങൾ മാറിപ്പോകട്ടെ, ചിലരുടെ ശൂന്യതകൾ മാറിപ്പോകട്ടെ, ചിലരുടെ കടബാധ്യതകൾ മാറിപ്പോകട്ടെ, ചിലരുടെ ഇല്ലായ്മകൾ മാറിപ്പോകട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നിങ്ങൾ എവിടെയാണ് പ്രശ്നം അനുഭവിക്കുന്നത് അവിടെ മാറിപ്പോകട്ടെ. ഒരു വർധന ഉണ്ടാകട്ടെ, ഒരു ഫ്ലറിഷ് ഉണ്ടാകട്ടെ, ഒരു മാന്യത ഉണ്ടാകട്ടെ, ഒരു ഉയർച്ച ഉണ്ടാകട്ടെ ഇന്ന് രാത്രി. വീണ് കിടക്കാനല്ല, എഴുന്നേൽപ്പിക്കാൻ ദൈവം വിളിച്ചിരിക്കുക. വീണ് കിടക്കാനല്ല. ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകം 8-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും. യോശുവയുടെ പുസ്തകം 8-ാം അധ്യായം തുടങ്ങുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അനന്തരം യഹോവ യോശുവയോട് അരുളി ചെയ്തത്, ഭയപ്പെടരുത്, വിഷാദിക്കരുത്, പടജനത്തെയും കൂട്ടി പുറപ്പെട്ട ഹായിയിലേക്ക് ചെല്ലുക. കണ്ടോ, നീ എഴുന്നേറ്റ്, നീ പടജനത്തെ കൂട്ടി എഴുന്നേറ്റ് പുറപ്പെട്ട് ഹായിയിലേക്ക് ചെല്ലുക. അവിടെ ഒരു തോൽവിയുടെ മുമ്പിൽ ഹായി പട്ടണം പിടിച്ചെടുക്കുവാൻ കുറച്ചാളുകളുമായി 3000 പേരുമായി പോയി. എന്നാൽ ആഖാന്റെ പാപം മൂലം, ആഖാൻ പാപം ചെയ്തത് മൂലം അവിടെ ജയിക്കാൻ കഴിഞ്ഞില്ല. ചിലരുടെ പാപം വലിയ വാഗ്ദത്തങ്ങളെ തടയുന്നതാണ് ഇന്ന് രാത്രി തടസ്സമായി, ജയത്തിന് തടസ്സമായി നിൽക്കുന്നത്. മാനസാന്തരപ്പെടേണ്ട മേഖലകൾ മാനസാന്തരപ്പെടുക. എന്നാൽ ഒരു കാര്യം ഞാൻ ഇന്ന് രാത്രി പറയാം, നിന്നെ നായകനായി നിന്നെ വിളിച്ചിറക്കിയ ദൈവം ചില പരാജയങ്ങൾ വന്നാലും പിന്നീട് ജയങ്ങൾ തരുവാൻ ദൈവ സർവശക്തനാണ്. അതുകൊണ്ട് എബ്രായർ 10:4 പറയുന്നു, ഞങ്ങൾ നിനക്ക് തുണയായിരിക്കും, ധൈര്യപ്പെട്ട് പ്രവർത്തിക്കുക, വീണ് കിടക്കേണ്ടവനല്ല എഴുന്നേൽക്കേണ്ടവനാണ്. നമ്മൾ ആരും വീണ് കിടക്കേണ്ടവനല്ല. ഒരു പ്രാവശ്യം ഒരു പരാജയം സംഭവിച്ചു എന്ന് വിചാരിച്ച്, ഒരു പ്രാവശ്യം ഒരു തകർച്ച വന്നു എന്ന് വിചാരിച്ച്, ഒരു പ്രാവശ്യം ഒരു പിന്മാറ്റം വന്നു എന്ന് വിചാരിച്ച്, ഒരു പ്രാവശ്യം എൻ്റെ പ്രാർത്ഥന ഒന്ന് കുറഞ്ഞുപോയി എന്ന് വിചാരിച്ച്, പണ്ടത്തെ പോലെ ദൈവവുമായി കണക്ഷൻ ഇല്ല എന്ന് വിചാരിച്ച് തള്ളിക്കളയുന്നവനല്ല എൻ്റെ യേശു. വീണ്ടും അവസരങ്ങൾ തന്ന് മാനസാന്തരപ്പെടുന്നെങ്കിൽ, ഏറ്റു പറയുന്നെങ്കിൽ, നിന്നെ പഴയതിനേക്കാൾ അപ്പുറമായി എഴുന്നേൽപ്പിച്ചു നിർത്തുവാൻ എൻ്റെ ദൈവ സർവശക്തന. കഴിഞ്ഞ നാളുകളേക്കാൾ ചില പ്രാർത്ഥനയിലേക്ക് കയറാൻ പോകുക. കഴിഞ്ഞ നാളുകളേക്കാൾ ചിലർ ആത്മാവിൽ പ്രവചിക്കട്ടെ. കഴിഞ്ഞ നാളുകളിൽ നഷ്ടപ്പെട്ടു പോയ വെളിപ്പാടുകൾ, കഴിഞ്ഞ നാളുകളിൽ നഷ്ടപ്പെട്ടു പോയ പ്രവചനങ്ങൾ, കഴിഞ്ഞ നാളുകളിൽ നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥന, കഴിഞ്ഞ നാളുകളിൽ നഷ്ടപ്പെട്ടു പോയത് ചിലത് ഇന്ന് രാത്രി മടക്കി തരുന്ന രാത്രിയാണ്. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഒരു ആമേൻ പറഞ്ഞ് ഇന്ന് രാത്രി സ്തുതിച്ചു തുടങ്ങിയോ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല രാത്രി സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യും. യേശു അടുക്കൽ ചെന്ന് അമ്മായിയമ്മയെ തൊട്ടു, എഴുന്നേൽക്കാം,